അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ മുജാദിലയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 7 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. അതിൽ പിന്നെ നമ്മുടെ സൂറത്തിൻ്റെ വിഷയം നമ്മൾ മനസ്സിലുണ്ടാവും. തുടക്കത്തിലെ 5 ആയത്ത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സഹാബി വനിതയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട പരാതിയുമായി ബന്ധപ്പെട്ടായിരുന്നു വിഷയം. അത് കഴിഞ്ഞിട്ടുള്ള ആയത്തിൽ അള്ളാഹു എല്ലായിടത്തുമുണ്ട്, അള്ളാഹുവിൻ്റെ പ്രസൻസ്, അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്നും അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാണ് എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചത്. ഇനിയുള്ള 8 മുതൽ 13 വരെയുള്ള ആയത്തിൽ മറ്റൊരു വിഷയമാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ആയത്തുകളുമായി കണക്ട് ചെയ്തിട്ടുള്ള വിഷയമാണ്. രഹസ്യങ്ങളും രഹസ്യ സംഭാഷണങ്ങളുമാണ് വിഷയം. അതോടൊന്നിച്ച് തന്നെ മൊത്തത്തിൽ ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം, അവൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാവേണ്ടുന്ന മാന്യത, ഡീസൻസി എന്നൊക്കെ പറയുന്ന വിഷയങ്ങളാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. ഇതിനു മുന്നേയുള്ള ആയത്ത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അവൻ എല്ലായിടത്തുമുണ്ട് എന്ന് വരുമ്പം നമ്മുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്നതാണ് അത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ. നമുക്ക് ആയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോയി. ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഇനി പറയാൻ പോകുന്ന ആയത്തുകൾ ഇറങ്ങുന്നതിൻ്റെ ഒരു പശ്ചാത്തലം, മദീനയിൽ പിന്നെ ധാരാളം ആളുകൾ പിന്നെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് രഹസ്യ സംഭാഷണങ്ങൾ, രഹസ്യ ചർച്ചകൾ, പിന്നെ നമ്മൾ മലയാളത്തിൽ ഗൂഢാലോചന, ഈ കോൺസ്പിറസി എന്നൊക്കെ പറയുന്ന മാതിരി ഇങ്ങനെ ചർച്ചകൾ, അത് മദീനയിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലും നമുക്കിടയിലൊക്കെ നടക്കുന്നതാണ്. പല ആൾക്കാരും ചേരി തിരിഞ്ഞിട്ട് പലതരം. അപ്പം ഇത് ആൾക്കാർക്കിടയിൽ ഉണ്ടാക്കുന്ന കുറേ കൺഫ്യൂഷനുകൾ, പിന്നെ ആശങ്കകളൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അതോടൊന്നിച്ച് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, പിന്നെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വരുമ്പം എല്ലാവരും ഓടി പ്രവാചകൻ്റെ അടുത്തേക്ക് എത്തുന്ന ഒരു സന്ദർഭം നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമുള്ളൊരു സാധനമാണ്. കാരണം സംശയം വരുമ്പോൾ എപ്പോഴും ചോദിക്കാൻ കഴിയുന്ന ഒരൊറ്റ ആളുള്ളൂ, പക്ഷെ എല്ലാവരും പോകുന്ന ഒരു പ്രവാചകൻ. അങ്ങനെ പ്രവാചകൻ്റെ സദസ്സുകളിൽ ധാരാളം ആളുകൾ നിരന്തരം വരികയും ആ സദസ്സിൽ അവർ പാലിക്കാത്ത കുറേ മാന്യതയും കാര്യങ്ങളൊക്കെ ആണ് ഇതിൻ്റെ വിഷയം. നമുക്ക് ആയത്തിലേക്ക് കടന്നാൽ, പിന്നെ ആയത്ത് തുടങ്ങുന്നത് അലം തറ ഇലല്ലദീന നുഹു അനിൻ നജ്വ, 8ാമത്തെ ആയത്താണ്. അലം തറ ഇലല്ലദീന നുഹു അനിൻ നജ്വ. അലം തറ ഇലല്ലദീന നുഹു അനിൻ നജ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രഹസ്യ സംഭാഷണം നടത്തുന്നതിൽ നിന്നും വിലക്കപ്പെട്ടവരെ നീ കണ്ടില്ലേ എന്നാണ്. എന്ന് വെച്ചാൽ ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ രഹസ്യ സംഭാഷണങ്ങൾ നടത്തരുത് എന്ന് ഏതോ ഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിലക്കപ്പെട്ടവർ സുമ്മ യഊദൂന ലിമാ നുഹു അൻഹു, അവരെന്ത് ചെയ്തു, അവരെ വിലക്കപ്പെട്ട അതേ രഹസ്യ സംഭാഷണത്തിലേക്ക് അവർ വരുന്നു. വയതനാജഊന ബിൽ ഇസ്മി വൽ ഉദ്വാൻ വമഅസിയത്തിർ റസൂൽ, അവരുടെ രഹസ്യ സംഭാഷണത്തിൻ്റെ ഒരു സ്വഭാവം, അവർ പാപത്തിനും അക്രമത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ രഹസ്യ സംഭാഷണം നടത്തിയത്. വഇദാ ജാഊക ഹയ്യൂക ബിമാ ലം യുഹയ്യിക ബിഹില്ലാ, അവരെ എന്ത് ചെയ്യുന്നു, നിന്റെ അടുത്ത് വന്നാൽ നിന്നെ അള്ളാഹു അഭിവാദ്യം ചെയ്തിട്ടില്ലാത്ത രീതിയിൽ അവർ നിനക്ക് എന്ത് ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവരുടെ ഒരു രീതി പിന്നെ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ പ്രവാചകനെ അപമാനിക്കാൻ വേണ്ടിയിട്ടും വാക്കുകൾ കൊണ്ട് വേണ്ടാത്ത രീതിയിൽ അഭിവാദ്യം ചെയ്യുന്ന ഒരു രീതി അവർ ചെയ്തിരുന്നു. വയഖൂലൂന ഫീ അൻഫുസിഹിം ലൗലാ യുഅദ്ദിബുന അല്ലാഹു ബിമാ നഖൂൽ, അവരിത് ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് അള്ളാഹു പറയുന്നത്, ഞങ്ങൾ ഈ പറയുന്നതിൻ്റെ പേരിൽ അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അവർ അന്യോന്യം പറഞ്ഞിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയാം. എന്ന് വെച്ചാൽ അവരിങ്ങനെ തെറ്റുകൾ ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത്, നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് അള്ളാഹ് നമ്മളെ എന്ത് ചെയ്യുന്നില്ല, അന്നേരം തന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ എന്ന അവരുടെ ഒരു മൈൻഡ് സെറ്റാണ്. എന്നിട്ട് ഹസ്ബുഹും ജഹന്നം,
യസ്ലൗനഹ ഫബിഅ്സൽ മസീർ എന്നാണ് അള്ളാഹു പറയുന്നത്. അവർക്ക് നരകം മതി, അവരതിൽ എരിയുന്നതാണ് ആ പര്യവസാനം എത്ര ചീത്ത. ഇതാണ് 8-ാമത്തെ ആയത്ത്. 9-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹു ഇതിനെ വെച്ചുകൊണ്ട് തെറ്റായ രഹസ്യ സംഭാഷണങ്ങൾ വെച്ചുകൊണ്ട് വിശ്വാസികളോട് നിർദ്ദേശം കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, ഇദാ തനാജയ്തും ഫലാ തതനാജൗ ബിൽ ഇസ്മി വൽ ഉദ്വാൻ വ മഅസിയത്തിർ റസൂൽ. നിങ്ങൾ എന്ത് ചെയ്യരുത്, രഹസ്യ സംഭാഷണം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്യരുത്, നിങ്ങൾ പാപത്തിനും പിന്നെ അതിക്രമത്തിനും പ്രവാചകനെ അനുസരണക്കേടിനും വേണ്ടി ചെയ്യരുത്. വ തനാജൗ ബിൽ ബിർരി വ തഖ്വ, നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം, അത് ബിർറ് നന്മക്ക് വേണ്ടിയിട്ടും തഖ്വ അള്ളാഹുവിനോടുള്ള ഭയഭക്തിയിലും ആയിരിക്കണം. വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് കൂട്ടുക. 10-ാമത്തെ ആയത്തിൽ ഇന്നമൻ നജ്വാ മിനശ് ശൈത്താൻ, ഇത് ഖുർആൻ മൊത്തത്തിൽ രഹസ്യ സംഭാഷണത്തെക്കുറിച്ച് നടത്തുന്ന ഒരു പ്രസ്താവനയാണ്. ഇന്നമൻ നജ്വാ മിനശ് ശൈത്താൻ, എല്ലാതരം ഇത്തരം രഹസ്യ സംഭാഷണങ്ങൾ പിശാചിൽ നിന്നുമുള്ളതാണ്. ലിയഹ്സുനല്ലദീന ആമനു, വിശ്വാസികൾക്ക് ദുഃഖമുണ്ടാക്കാൻ. ഭയങ്കര പ്രയോഗമാണ്, നമ്മൾ അതിലേക്ക് വരാം. ലിയഹ്സുനല്ലദീന ആമനു വലൈസ ബിളാരിഹിം ഷൈഅ ഇല്ലാ ബിഇദ്നില്ല, മറ്റുള്ളവർ രഹസ്യ സംഭാഷണം നടത്തുന്നത് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, അള്ളാഹിൻ്റെ അനുമതിയില്ലാതെ ഒരു ദ്രോഹവും വരുത്തുകയില്ല. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്, സ്വാഭാവികമായിട്ടും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണ് വേണ്ടത്. 11-ാമത്തെ ആയത്തിൽ മറ്റൊരു വിഷയമാണ്, പക്ഷേ ഈ ഒരു സ്വഭാവ മാന്യത, ഡീസൻസി, മുസ്ലിമിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു എന്നാണ്. ഞാൻ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെ ആൾക്കാർ വരികയും ആദ്യം വന്നവർ ഇങ്ങനെ കൂടിയിരിക്കുകയും പിന്നെ വന്നവർക്ക് സ്ഥലമില്ലാതാവുകയും ആ സ്ഥലമില്ലാത്ത ആൾക്കാരെ ഇവർ മൈൻഡൊന്നും ചെയ്യാതെ അവരങ്ങനെ നിൽക്കുക, ഇവരിവിടെ ഇരിക്കുക, ഇങ്ങനത്തെ ഒരു സന്ദർഭം വന്നപ്പം അവിടെ ഇറങ്ങിയ ഖുർആൻ ആയത്താണ്. എന്താണ്, നിങ്ങളോട് സദസ്സുകളിൽ സൗകര്യമുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സൗകര്യമുണ്ടാക്കി കൊടുക്കണം. യഫ്സഹില്ലാഹു ലക്കും, അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, നിങ്ങൾക്കും സൗകര്യപ്പെടുത്തി തരും. വഇദാ ഖീല അൻഷുസു ഫൻഷുസു, നിങ്ങളോട് എഴുന്നേറ്റ് പോകണമെന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുന്നേറ്റ് പോകണം. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ ദറജ എന്ത് ചെയ്യും, ഉയർത്തും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയുന്നവനാണ്. 12-ാമത്തെ ആയത്തിൽ വീണ്ടും രഹസ്യ സംഭാഷണത്തെക്കുറിച്ച് പറയുകയാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോരുത്തർ വന്ന് രഹസ്യ സംഭാഷണം നടത്തുന്നതിനെ കുറിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നാജയ്തുമുർ റസൂൽ, നിങ്ങൾ പ്രവാചകനോട് രഹസ്യ സംഭാഷണം നടത്തുമ്പം ഫഖദ്ദിമു ബൈന യദൈ നജ്വാക്കും സദക്ക, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സദക്ക അതിനു മുമ്പേ കൊടുക്കണം. ഇത് പറയാൻ കാരണം എല്ലാവരും വന്നിട്ട് പ്രവാചകനോട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സംസാരിക്കുക, അപ്പോൾ അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന പ്രശ്നം, പ്രവാചകന് തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നം. അതിന് അവർക്ക് തന്നെ ഒരു സൂക്ഷ്മത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു കൽപ്പന പറയുകയാണെന്ത്, നിങ്ങൾ രഹസ്യ സംഭാഷണം പ്രവാചകനോട് ചെയ്യാൻ വരുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം, ഒരു സദക്ക കൊടുക്കണം. ദാലിക ഖൈറുൽ ലക്കും വാത്ഹർ, അതാണ് നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങൾക്ക് ഖൈറും അതാണ്. ഫഇല്ലം തജിദു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്നാണ്. ഇനി നിങ്ങൾക്ക് സദക്ക കൊടുക്കാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. 13-ാമത്തെ ആയത്തിൽ അള്ളാഹു ഈ പറഞ്ഞതിനെ സ്വയം തന്നെ തിരുത്തുകയാണ്. അഷ്ഫക്തും അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാക്കും സദക്ക, നിങ്ങൾക്ക് രഹസ്യ സംഭാഷണത്തിന് മുമ്പേ സദക്ക കൊടുക്കുന്നത് നിങ്ങൾക്ക് ഭയപ്പാടുണ്ടാക്കുകയാണോ? കാരണം പൈസ ഇല്ലാത്തവരെന്താണ് ചെയ്യുക, നിങ്ങൾക്ക് ഭയപ്പാടുണ്ടാക്കുകയാണോ? ഇതിലം തഫ്അലു ഫതാബല്ലാഹു അലൈക്കും ഫഅഖീമുസ്സലാത്ത വആത്തുസ് സക്കാത്ത, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക. വഅതിഉല്ലാഹ വറസൂലു, പ്രവാചകനെയും അള്ളാഹുവിനെയും അനുസരിക്കുക. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതൊക്കെ അറിയുന്നവനാണ്. അപ്പം ഇസ്ലാമിൽ ഖുർആനിൽ ഇങ്ങനെ കുറേ ആയത്തുകളുണ്ട്, സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ. നമ്മൾ സാധാരണ ചെയ്യാറ്
ഇതിങ്ങനെ കേട്ടു പോവുകയാണ് ചെയ്യുക. പിന്നെ നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും ഹജ്ജിൻ്റെയൊക്കെ ആയത്ത് വരുമ്പോഴാണ് പിന്നെയും നമ്മളിൽ ഗൗരവം ഉണരുക. പക്ഷെ നമ്മൾ ഖുർആൻ ഇങ്ങനെ നോക്കുമ്പം ധാരാളം ഇത്തരം ആയത്തുകൾ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്, ഇസ്ലാമിൻ്റെ മുൻഗണനയെക്കുറിച്ച് പറഞ്ഞു തരുന്ന ആയത്താണ്. ഈ ആയത്തുകളുടെ ചുരുക്കം, ഒന്ന് രഹസ്യ സംഭാഷണത്തെക്കുറിച്ചാണ് ഈ ആയത്തുകളൊക്കെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വിശ്വാസികളോടുള്ള നിർദ്ദേശം അള്ളാഹു തരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിൽ പ്രവാചക സദസ്സുകളിൽ പിന്നെ പാലിക്കേണ്ടുന്ന മാന്യതകളെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഈ ആയത്തുകൾ പറയുന്നു. ഇതിലെല്ലാത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആയത്തുകളുടെ ഒരു പ്രധാന വിഷയം സ്വഭാവ മര്യാദയും മാന്യതയും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവുമാണ് എന്ന് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഖുർആൻ്റെ വളരെ വലിയ വിഷയമാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ നമ്മളെ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരോടൊരു ഓഡിറ്റ് നടത്തിയാൽ, ഒരു മുസ്ലിമിനെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇയാളിൽ കാണുന്ന വ്യത്യസ്തത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അധികവും പറയുക അയാൾ 5 നേരത്തിൽ നിസ്കരിക്കും, അയാൾക്ക് പ്രത്യേക വേഷവിധാനമുണ്ട്, ഇതൊക്കെയാണ് പറയുക. നമ്മളെ കുറവാണ്. അവർക്കൊരിക്കലും നമ്മളിൽ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അയാൾ ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കും, അല്ലെങ്കിൽ അയാളുടെ സംസാരം വളരെ കൃത്യമാണ്, അയാൾ സത്യമേ പറയുകയുള്ളൂ. ഇങ്ങനെ സ്വഭാവം എണ്ണി പറഞ്ഞ് നമ്മളിലുള്ള വ്യത്യസ്തത ആൾക്കാർ കാണുന്നില്ല എന്നുള്ളത് ഭയങ്കര നമ്മൾ കൊടുക്കുന്ന മെസ്സേജിൻ്റെ ഒരു പ്രശ്നമാണ്. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമസ്കാരം ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രതിഫലനം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ നമസ്കരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് എന്താവില്ല, ഒരു ഗുണമുണ്ടാവില്ല. മറ്റുള്ളവർക്കൊരു ഗുണമായിട്ടും നമ്മളെ ഇഷ്ടത്തിനും തോന്നേണ്ടത് നമ്മളെ സ്വഭാവമാണ്. എന്ന് മാത്രമല്ല, ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും കൊണ്ടുണ്ടാവേണ്ടത് എന്താണ്, സ്വഭാവമാണ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇസ്ലാമിൽ ഗൗരവത്തിൽ കൊടുക്കാത്ത വിഷയമാണ് ഇത്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ പിന്നെ നമ്മൾ ഈ മാന്യതയും ഡീസൻസിക്കൊക്കെ നമ്മൾ പലപ്പോഴും നേരെ നോക്കുന്നത് ചിലപ്പം യൂറോപ്പിലേക്കും പിന്നെ വളരെ ഡീസൻ്റായിട്ട് നടക്കുന്ന ആൾക്കാരോട് പിന്നെ വൃത്തിയിൽ നടക്കുന്ന ഇതാണ്. ഒരിക്കലും ഇസ്ലാമിലേക്കും മുസ്ലിങ്ങൾക്കും നമുക്ക് ഇത് വരാത്തത് നമ്മളെ മാത്രം പ്രശ്നമാണ്. നിങ്ങൾ ഖുർആനിലൂടെ നോക്കുമ്പോൾ ഖുർആൻ നിരന്തരം സംസാരത്തെക്കുറിച്ച് പറയുന്നു, നാക്കിനെക്കുറിച്ച് പറയുന്നു, വൃത്തിയെക്കുറിച്ച് പറയുന്നു. ഇതിലൊരു ഫോക്കസ് നമുക്ക് വരാത്തതിൻ്റെ പ്രശ്നം നമുക്കുണ്ട് എന്ന് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, നിങ്ങൾ ഖുർആനിൻ്റെ തുടക്കത്തിൽ പിന്നെ ഖുർആൻ്റെ പിന്നെ ചെറിയ സൂറത്തുകളിൽ ഒന്നാണ് സൂറ മാഊൻ. സൂറ മാഊൻ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് തുടങ്ങുന്ന സൂറത്തിൻ്റെ ഒരു പ്രധാന ആശയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമസ്കാരക്കാരനായിരിക്കെ നമ്മുടെ സ്വഭാവം മോശമാകുമ്പോൾ അത് കൂടുതൽ ഗൗരവമുള്ളതാകും. കാരണം ആൾക്കാർ നമ്മളെങ്ങനെയാണ് റീഡ് ചെയ്യുക, നമസ്കരിക്കുന്ന ഈ മുസ്ലിം നല്ല സ്വഭാവമല്ല എന്ന് വായിക്കുന്നത് നമ്മൾ ഇസ്ലാമിനെ തന്നെ എന്ത് ചെയ്യാണ്, കളവാക്കുന്നതിന് ഇതാണ് എന്ന് കാണാൻ കഴിയും. ഇതിൽ പിന്നെ ഈ ആയത്തുകളിൽ, നമ്മളെ ഇന്ന് പറഞ്ഞ ആയത്തുകളിൽ എന്തുകൊണ്ടാണ് പിന്നെ മനുഷ്യർ തെറ്റുകൾ ആവർത്തിക്കുന്നത്, അല്ലെങ്കിൽ സ്വഭാവങ്ങളിൽ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഒരു തെറ്റ് ആവർത്തിക്കുന്നതിൻ്റെ മാനസികാവസ്ഥയായിട്ട് പറയുന്നത്, അവർ തന്നെ പറയുന്നത് വയഖൂലൂന ഫി അൻഫുസിഹിം ലൗലാ യുഅദ്ദിബുനല്ലാഹു ബിമാ നഖൂൽ എന്നാണ്. അവരോട് പ്രവാചകൻ പറഞ്ഞിരുന്നു എന്ത്, നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അവര് തെറ്റ് ചെയ്യുമ്പം അവർക്ക് ശിക്ഷ അന്നേരം കിട്ടുന്നില്ല. അപ്പൊ അവർ തന്നെ പറയണെന്ത്, നമ്മൾ രഹസ്യ സംഭാഷണം നടത്തരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. അതേസമയം നമ്മൾ ആ തെറ്റ് ചെയ്യുമ്പം നമ്മൾ ശിക്ഷിക്കപ്പെടുന്നില്ലല്ലോ എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, അവരെ തെറ്റിലേക്ക് ആവർത്തിക്കുന്നത്. നമ്മളെക്കുറിച്ചും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെയും ഒരു പ്രശ്നം, നമ്മൾ എന്തുകൊണ്ട് തെറ്റുകൾ നിരന്തരം ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിക്ഷ അന്നേരം തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് കാണാത്തത് കൊണ്ടാണ് എന്ന് കാണാൻ പറ്റും. നമ്മൾ പറയുന്നില്ല, തുറന്നു പറയുന്നില്ല, അവർ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് എന്തുകൊണ്ട് നമസ്കാരം മുടക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് പരദൂഷണം പറയാൻ കഴിയുന്നു, എന്തുകൊണ്ട് നമുക്ക് ആൾക്കാരെ പറ്റിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്തതിൻ്റെ റിസൾട്ട് അന്നേരം കാണുന്നതായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. കാറ് ഡ്രൈവ് ചെയ്യുമ്പം നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടിയേ ഓടിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം ആക്സിഡൻറ്റും അതിൻ്റെ വേദനയും അതിൻ്റെ ഓരോന്നും നമുക്കറിയാം, കണ്ടറിഞ്ഞതാണ്.
നമ്മൾ കാർ ഓടിച്ചിട്ടില്ലെങ്കിൽ അപ്പം ഇടിച്ചാൽ അപ്പം നമുക്ക് റിസൾട്ട് നമ്മളെ ശരീരത്തിൽ അറിയാൻ കഴിയും. നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയൊക്കെ ഒരു വിഷയം, നമ്മുടെ പരീക്ഷണം എവിടെയാണ് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നന്മയുടെയും ത്യാഗത്തിൻ്റെയും ഫലം നമ്മൾ കാത്തിരുന്ന് കാണണം. നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ഫലം നമ്മൾ കാത്തിരുന്നേ കിട്ടുകയുള്ളൂ എന്നത് ഈ ആയത്ത് പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. എന്ന് മാത്രമല്ല, ഇതും സ്വഭാവവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വഭാവം നന്നാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ മാന്യനാകാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരും. നഷ്ടമില്ലാതെ നമുക്കൊരു മാന്യത പ്രകടിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളൊരു ഉദാഹരണത്തിന്, നിങ്ങളൊരു 2 പേര് പോകുമ്പം ഒരു സാധനമേ ഉള്ളൂ, ഒറ്റ സാധനമേ ഉള്ളൂ, 2 പേരുണ്ട്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും മാന്യമായിട്ട് എന്താ ചെയ്യുക? നീ എടുത്തോളൂ എന്ന് പറയുമല്ലോ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു നഷ്ടം വരികയാണ് ചെയ്യുന്നത്. ഏതൊരു മാന്യമായ പ്രവർത്തനത്തിനും, ഏതൊരു ഡീസൻസി ഉള്ള പ്രവർത്തനത്തിനും, ഏതൊരു നല്ല സ്വഭാവത്തിനും ഒരു ത്യാഗം അതിൻ്റെ ഒന്നിച്ച് നടത്തണം. അപ്പൊ ത്യാഗം നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വേണം? ആ ത്യാഗത്തിനുള്ള പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഉറപ്പ് വേണം. അതിൽ ഈ ആയത്ത് നടത്തുന്ന സുന്ദരമായ പ്രയോഗം നിങ്ങൾ ആലോചിച്ച് ഖുർആന്റെ സൗന്ദര്യം. അള്ളാഹ്ക്ക് പറയാനുള്ളത്, ഒരു സദസ്സിൽ, ഇപ്പൊ ഇതുപോലത്തെ ഒരു സദസ്സിൽ ഇത്ര സീറ്റേ ഉള്ളൂ, അപ്പോൾ ഒരാളും കൂടി എക്സ്ട്രാ വരികയാണ്, സീറ്റില്ല. അപ്പം സ്വാഭാവികമായിട്ടും സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നത്. അയാളോട് എന്ത് പറയണം? നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ എന്ന് പറയൽ മുസ്ലിമിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽപ്പെട്ടതായി പഠിപ്പിക്കുന്നു. പക്ഷെ അള്ളാഹു അതിനെ നമ്മൾ പഠിപ്പിക്കുന്നത് യഫ്സഹില്ലാഹു ലക്കും എന്നാണ്. നിങ്ങൾ അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും? സൗകര്യം. ഒരു പ്രയോഗമാണിത്. ആ പ്രയോഗത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളോടൊരു സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പിരിഞ്ഞു പോകണം. അപ്പൊ ആ പിരിഞ്ഞു പോകുന്നതിന് നമുക്കുള്ള ഇൻസ്പിറേഷൻ എന്താണ്? അള്ളാഹു നമ്മുടെ ദറജ ഉയർത്തുമെന്നാണ് ആയത്തിൽ പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾക്ക് ഈ ആയത്തുകളിൽ പറയുന്ന സ്വഭാവ മര്യാദകളിൽ ഒന്നാമതായിട്ട് അള്ളാഹു ഫോക്കസ് ചെയ്യുന്നത് രഹസ്യങ്ങളിലെ മര്യാദയാണ്. രഹസ്യങ്ങളിലെ മര്യാദ. എന്തിനാണ് 2 പേര് രഹസ്യം പറയുന്നത്? എന്തിനാണ് 3 പേരുണ്ടാകുമ്പോൾ 2 പേര് രഹസ്യം പറയുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് 10 പേരുണ്ടാകുമ്പോൾ 5 പേര് രഹസ്യം പറയുന്നത്? കുറേ കാരണമുണ്ട്. നമ്മൾ 2 പേര് മാത്രം ഗ്രൂപ്പായിട്ട് രഹസ്യം പറയുന്നതിന് കുറേ കാരണമുണ്ട്. അതിലൊന്ന് മറ്റുള്ളവരോടുള്ള വിശ്വാസത കുറവാണ്. 2, പുറത്ത് പറയാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രഹസ്യങ്ങൾ, നല്ല രഹസ്യങ്ങളെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, തെറ്റായ പ്രവണതയെ കുറിച്ചാണ് പറയുന്നത്. പുറത്ത് പറയാൻ കഴിയാത്തതാണ് നമ്മൾ രഹസ്യമായിട്ട് പറയുക. 3, ഗ്രൂപ്പിസവും വിഭാഗീയതയും വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഗ്രൂപ്പ്, ഇപ്പം ഗ്രൂപ്പിസം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്. നമ്മൾ ഖത്തറിൽ നിൽക്കുമ്പം ധാരാളം രാജ്യക്കാരുണ്ടാകുമ്പോൾ ഇന്ത്യക്കാരൊക്കെ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് ഒന്നിക്കും. കുറേ ഇന്ത്യക്കാർ ഒന്നിക്കുന്നിടത്ത് മലയാളികൾ എന്ത് ചെയ്യും? വേഗം ഒന്നിക്കും. മലയാളികളൊക്കെ ഉണ്ടാകുന്നിടത്ത് കണ്ണൂർക്കാരെന്ത് ചെയ്യും? വേറെ തന്നെ ഒന്നിക്കും. കണ്ണൂർക്കാരുള്ളടുത്ത് അവിടുത്തെ ഒരു പഞ്ചായത്തിലെ ആൾക്കാർ എന്ത് ചെയ്യും? വേറെ. ഇത് മനുഷ്യന്റെ ഉള്ളിലാണ്. ഗ്രൂപ്പിസവും വിഭാഗീയതയുമാണ് രഹസ്യത്തിനേക്കുള്ള ഒരു മൂന്നാമതൊരു കാരണം. 4, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യരെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ കൊണ്ടാണ് നമ്മൾ രഹസ്യങ്ങൾ പറയുന്നത്. ഞാൻ ആലോചിക്കുകയാണ് എന്ത്, ഇയാളോട് ഇന്നത് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ പ്രതികരിക്കും എന്ന് ആദ്യമേ ഞാൻ ആലോചിക്കുന്ന, നമ്മളെ ചെറുപ്പത്തിൽ നമുക്കുള്ള കുറേ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ്. ചിലത് തുറന്നു പറഞ്ഞാൽ മോശം അനുഭവം ചെറുപ്പത്തിൽ ഉണ്ടാകുമ്പം തുറന്നു പറയലേ എന്ത് ചെയ്യും? നമ്മൾ നിർത്തും. ഇതാണ് രഹസ്യത്തിന്റെ വേറൊരു കാരണം. 5, സ്വയം അപകർഷതാബോധം ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? രഹസ്യങ്ങളിലേക്കും നമുക്ക് പറ്റുന്ന ടീമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒതുങ്ങും. അതേപോലെ മനുഷ്യന്റെ മറ്റൊരു പ്രശ്നമാണ്, വേറെ സ്ഥലത്തുള്ള നിരാശയും ദേഷ്യവും ഒക്കെ തീർക്കുന്നത് എന്തിലൂടെ ആയിരിക്കും? മറ്റുള്ളവരെ കുറിച്ചുള്ള രഹസ്യം വേറൊരാളോട് പറഞ്ഞുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഈ അടിസ്ഥാന കാരണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഇസ്ലാമിൽ തെറ്റായി ഗണിക്കപ്പെട്ട കാര്യങ്ങളാണ് എന്ന് കാണാം. ഇതിന്റെ റിസൾട്ട് എന്താണ്? 5 പേരുണ്ടാകുമ്പോൾ 2 പേര് രഹസ്യം പറയുന്നതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പരസ്പര വിശ്വാസ്യത നഷ്ടപ്പെടും. ഇപ്പം എനിക്കറിയാം എന്ത്, നിങ്ങൾ 2 പേരും ഓൾറെഡി രഹസ്യം സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്താ സംഭവിക്കുന്നത്? പരസ്പര വിശ്വാസ്യത നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ സമൂഹത്തിൽ ഐക്യം നഷ്ടപ്പെടും. ഭയങ്കരമായിട്ട് ഛിദ്രം. നിങ്ങളൊരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പം നമുക്കത് മനസ്സിലാവും. നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു 5 ഫ്രണ്ട്സ്, സ്വാഭാവികമായിട്ടും ഒരാളുടെ മനസ്സിലുണ്ടാവുകയാണ് ഇവർ വേറെ തന്നെ കൂടി സംസാരിക്കുന്നുണ്ട് എന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവർ തമ്മിലുള്ള ഐക്യം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അതേപോലെ തന്നെ എല്ലാവരിലും സംശയം ഉണ്ടാക്കും. ഈ സംശയം ഉണ്ടാക്കുന്നതാണ്
യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ വോട്ടായിട്ട് ഇതാക്കുന്നത് സമൂഹങ്ങൾ തമ്മിൽ, സമുദായങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ ഉള്ള ഈ ഛിദ്രത ഉണ്ടാക്കുന്നിടത്താണ് രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യുന്നത്, അത് വോട്ടായി മാറ്റുന്നത്. എന്ന് മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മനുഷ്യർ തമ്മിൽ ഉള്ള വിഭാഗീയതയാണ്. അവർ തമ്മിൽ ഭയം സൃഷ്ടിച്ച, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഭയം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്, ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ രഹസ്യത്തിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ രഹസ്യം സൂക്ഷിക്കാൻ നമ്മൾ കള്ളത്തരം പറയേണ്ടി വരും, കപടത കാണിക്കേണ്ടി വരും, നമുക്ക് മുഖത്ത് വേണ്ടാത്ത ഭാവങ്ങൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെ രഹസ്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഖുർആൻ ഇത്ര ഗൗരവത്തിൽ രഹസ്യത്തിനെ കുറിച്ച് പറയുന്നതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പം യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറേ. അതേപോലെ നിങ്ങൾ മെഡിക്കൽ സയൻസിൽ നോക്കിക്കഴിഞ്ഞാൽ രഹസ്യം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും എന്ന് പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത് ഈ ആയത്തിൽ പറയുന്നത് ഇന്നമൻ നജ്വാ മിന ശൈത്താനി ലിയഹ്സുന ലദീന ആമനു എന്നാണ്. രഹസ്യങ്ങൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കും എന്നാണ്. രഹസ്യങ്ങൾ എന്ത് ചെയ്യും, മനുഷ്യന് ദുഃഖമുണ്ടാക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രഹസ്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നത് 97% മനുഷ്യർക്കും ഒരു രഹസ്യമെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. നമ്മളെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എത്ര രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്നറിയാൻ പറ്റും. 97% ആൾക്കാർക്കും ഒരു രഹസ്യമെങ്കിലും മനസ്സിൽ ഉണ്ടാവും. മനുഷ്യർക്ക് ആവറേജ് ഒരു 13 രഹസ്യങ്ങളെങ്കിലും ആൾക്കാരുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. ഇതിലെ ഒരു പഠനത്തിൽ പറയുന്നത്, ഞാൻ പറയുന്നതല്ല, പഠനത്തിൽ ഒരു മെഡിക്കൽ പഠനത്തിൽ പറയുന്നത് എല്ലാ രഹസ്യങ്ങളും ആദ്യം നമുക്ക് ഫീൽ ചെയ്യുക ഒരു കവചമായിട്ടാണ്, നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ പിന്നീട് അത് മാനസികവും ശാരീരികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കും. നമ്മളിൽ സ്വാഭാവികമാണ്, നമുക്കൊരു രഹസ്യം ഉള്ളിലുണ്ടാകുമ്പം വല്ലാത്ത പിരിമുറുക്കമായിരിക്കും. അത് ഇങ്ങനെ കൊണ്ട് നടക്കേണ്ട കുറേ, അത് നമ്മളെ മൊത്തത്തിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയൊക്കെ ബാധിക്കുന്നതായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഈ രഹസ്യവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു തെറ്റാണ് പരദൂഷണം എന്ന് പറയുന്നത്. പരദൂഷണം ഒരർത്ഥത്തിൽ എന്താണ്, ഒരാളെ വെച്ചുകൊണ്ട് അയാൾക്കെതിരെ മറ്റു 2 പേരോട് പറയുന്നതാണ് യഥാർത്ഥത്തിൽ. ഇതും എന്താണ്, ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാം. അതിൽ അള്ളാഹു ഉപയോഗിക്കുന്ന പ്രയോഗം എന്ന് പറയുന്നത് വലാ തജസ്സസു വലാ യഅ്തബ ബഅ്ദുകും ബഅ്ദാ അയുഹിബ്ബു അഹദുകും അയഅകുല ലഹ്മ അഖീഹി എന്നാണ്. അഖീഹി മൈതൻ എന്നാണ്. നിന്റെ സഹോദരൻ നിന്റെ സഹോദരൻ അവൻ മരിച്ചു കിടക്കുമ്പം അത് ആ ശവം, ആ മാംസം തിന്നുന്നതിന് സമാനമാണെന്ത്, അവനെക്കുറിച്ച് കുറ്റം പറയുന്നത് എന്ന് അള്ളാഹു അതിൽ പറയുന്നതായിട്ട് കാണാൻ പറ്റും. രഹസ്യത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് ഖുർആൻ ക്ലാസ്സിൽ രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രഹസ്യത്തിൻ്റെ ഇസ്ലാമിക അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ അടിസ്ഥാനം പരമാവധി രഹസ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചത് മിനശ്ശൈത്താൻ എന്നുള്ളത്. രഹസ്യങ്ങൾ എന്ന് പറയുന്നത് മിനശ്ശൈത്താൻ. രണ്ടാമത്, നമ്മൾ ബോധപൂർവം സമൂഹത്തിൽ അനൈക്യവും ഛിദ്രതയും ഉണ്ടാക്കരുത് എന്നുള്ളത് ഇസ്ലാമികമാണ്. ഇതിലൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ 2 പേര് മറ്റേയാളെ ഒഴിവാക്കിയിട്ട് രഹസ്യം പറയരുത്, അത് അയാൾക്ക് വിഷമമാകും എന്നുള്ളതാണ്. ഇത് മതത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ ആലോചിച്ചു, മതത്തിൻ്റെ വിഷയമാണ് ഇത് എന്ന് നമ്മൾ ആലോചിക്കണം. അതേപോലെ രഹസ്യത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നത്, മറ്റുള്ളവരുടെ രഹസ്യം നമ്മൾ എന്ത് ചെയ്യരുത്, ചുഴിഞ്ഞന്വേഷിക്കരുത് എന്നുള്ളതാണ്. അപ്പം രഹസ്യം സ്വയം പരമാവധി പറയാതിരിക്കണം. പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, അവനെന്തെങ്കിലും രഹസ്യം പറയുന്നുണ്ടോ എന്നുള്ളത്. ഇത് നമ്മുടെ കൺസേൺ ആകരുത്, നമ്മുടെ പ്രശ്നമാകരുത്. മറ്റുള്ളവരുടെ രഹസ്യം എന്ത് ചെയ്യരുത്, ചുഴിഞ്ഞന്വേഷിക്കരുത് എന്ന് ഇസ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ നിങ്ങളുടെ അനുമതിയില്ലാതെ നിങ്ങളുടെ വ്യക്തിപര രഹസ്യങ്ങൾ നോക്കാൻ ശ്രമിക്കുകയും നിങ്ങൾ കല്ലെറിയുകയും എന്നിട്ട് അത് കാരണം അയാളുടെ കണ്ണിന് പരിക്ക് പറ്റുകയും ചെയ്താൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഇതൊരു എക്സ്ട്രീം പ്രയോഗമാണ്. എന്ന് വെച്ചാൽ ജമാഅത്തിന് വന്നിട്ടില്ലെങ്കിൽ വീട് കത്തിക്കണം എന്ന് പറയുന്നത് പോലെയുള്ള പ്രയോഗമാണ്. അത് എഴുതിയിട്ട് എന്ത് ചെയ്യരുത്, കല്ലെറിയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷെ കല്ലെറിഞ്ഞ അയാളെ കണ്ണിന് പരിക്ക് പറ്റിയാൽ പോലും തെറ്റില്ല എന്ന് പറയുന്നത് എത്രത്തോളം 2 പേരുടെ രഹസ്യം നമ്മൾ ചൂഞ്ഞന്വേഷിക്കുന്നത് എത്രത്തോളം തെറ്റാണ് എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത്. അതേപോലെ തന്നെ ഈ ആയത്തിൽ അള്ളാഹു അതിനോടൊന്നിച്ച് പഠിപ്പിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അന്വേഷിക്കാനുള്ള കാരണം ഭയം കൊണ്ടാണ്. അവർ 2 പേരും സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആയിപ്പോകുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ നമ്മൾ കാര്യമാകുമ്പം അവർ 2 പേരും നമ്മളിങ്ങനെ നടന്നു പോകുമ്പം 2 പേര് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ബേജാറാണ്, എന്നെക്കുറിച്ചായിരിക്കുമോ എന്നുള്ളത്. ഈ ബേജാറും കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. സ്ട്രെസ്സ് മാത്രമേ ബാക്കിയാവുള്ളൂ.
മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് നമ്മളെ ഒരു തരത്തിലും അള്ളാഹിൻ്റെ അനുമതി ഇല്ലാതെ ദ്രോഹിക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്നമൻ നജ്വാ മിനശ് ശൈത്താനി ലിയഹ്സുനല്ലദീന ആമനു വലൈസ ബിദാരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാ എന്നാണ്. അള്ളാഹിൻ്റെ അനുമതി ഇല്ല. ഈ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കൺട്രോളിലല്ല രണ്ടുപേര് രഹസ്യം സംസാരിക്കുന്നത്, നമുക്കെതിരെ സംസാരിക്കുന്നത് നമ്മുടെ കൺട്രോളിലല്ല. പിന്നെ അതിനെക്കുറിച്ച് വെറുതെ പറയിടാണ്ട ആവശ്യം എന്താണ്? അള്ളാഹിൻ്റെ അനുമതി ഇല്ലാതെ അവർക്ക് നമ്മളോട് ഒരു ദ്രോഹവും ചെയ്യാൻ കഴിയില്ല എന്ന കോൺഫിഡൻസിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആര് നമ്മളെ ബാക്കിൽ നിന്ന് സംസാരിച്ചാലും ആരെവിടെ ഗൂഢാലോചന നടത്തിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താവില്ല, അത് പ്രശ്നമാവില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത് അലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാണ് വേണ്ടത്. പിന്നീട് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനം എല്ലാ രഹസ്യങ്ങളും അള്ളാഹു അറിയുന്നു എന്നാണ്. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ മറ്റതൊക്കെ ക്ലിയർ ആവും. ഇതായിരുന്നു ആദ്യം പറയേണ്ടിയിരുന്നത്. എല്ലാ രഹസ്യങ്ങളും നിങ്ങൾ രഹസ്യമാണെന്ന് കരുതുന്ന എല്ലാം എന്ത് ചെയ്യുന്നു? അള്ളാഹു അറിയുന്നു. സൂറ ഹൂദിൽ അള്ളാഹു പറയുന്നത് അലാ ഇന്നഹും യസ്നൂന സുദൂറഹും, അതിൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? ചില ആൾക്കാർ അള്ളാഹുവിൽ നിന്നും മറച്ചു വെക്കാൻ വേണ്ടി പലതരം പ്രക്രിയകൾ ചെയ്യുന്നു. വസ്ത്രം കൊണ്ട് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു അതിൻ്റെ അവസാനം പറയുന്നത് അള്ളാഹു എന്ത് ചെയ്യുന്നു? മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവരെ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കുന്നതും എന്ത് ചെയ്യുന്നു? അള്ളാഹു അറിയുന്നു എന്ന് പറയുന്നു. അപ്പം നമ്മൾ രണ്ടുപേരിരുന്നിട്ട് വളരെ മോശം ഒരു കാര്യത്തിന് വേണ്ടി രഹസ്യം നടത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഉള്ളിലുള്ളത് നമ്മളൊരു റൂമിൻ്റെ ഉള്ളിലാണ്, ആരും അടുത്തില്ല, നമ്മളെല്ലാം പറയാം എന്നുള്ളതാണ് പറയുന്നത്. അവിടെയും അള്ളാഹു ഉണ്ട് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറയുന്നത്. ഇനി ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കുറേ രഹസ്യങ്ങളുണ്ട്. അനുവദിക്കപ്പെട്ട രഹസ്യ സംഭാഷണങ്ങൾ, അതിലൊന്ന് നന്മക്ക് വേണ്ടിയുള്ള രഹസ്യങ്ങളാണ്. ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നന്മക്ക് വേണ്ടി രഹസ്യ സംഭാഷണം നടത്തേണ്ടി വരും. ഇസ്ലാമിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാനും സ്ട്രാറ്റജിക്കലായിട്ട് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആൾക്കാരോട് തുറന്നു പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല ഖുർആനിൽ മുസ്ലിങ്ങളുടെ രഹസ്യം ചോർത്തി കൊടുത്തതിനെ വലിയ തെറ്റായിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പൊളിറ്റിക്കലായിട്ട്, രാഷ്ട്രീയമായിട്ട്, യുദ്ധരംഗത്ത് ഇങ്ങനത്തെ രംഗങ്ങളിലുള്ള രഹസ്യങ്ങൾ എന്താണ് ഇസ്ലാം അനുവദിച്ച്. അതേപോലെ ഇത് നമ്മളെ കൺസേൺ ആയിട്ടുള്ള കാര്യം കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന രഹസ്യങ്ങൾ, കുടുംബത്തിലെ രഹസ്യങ്ങൾ, ഇത് മറ്റുള്ളവരോട് പറയുന്നത് തന്നെ തെറ്റായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു സ്ത്രീയുമായിട്ട്, എന്ന് വെച്ചാൽ ഭാര്യയുമായിട്ട് അവർ തമ്മിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സന്ദർഭങ്ങൾ അയാൾ എന്ത് ചെയ്യുന്നു? മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നത് തന്നെ എന്താണ് വലിയ തെറ്റായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം രഹസ്യവും പരസ്യവും ഏതാണെന്ന് നമുക്ക് മനസ്സിലാകാത്തൊരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് രഹസ്യമാണോ, ഇത് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഷെയർ ചെയ്യുന്ന, എല്ലാം യൂട്യൂബ് ചാനലായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് രഹസ്യമാക്കേണ്ടത് എന്ത് ചെയ്യണം? രഹസ്യമാക്കി തന്നെ വെക്കണം എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ പരിഹാരം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രഹസ്യ സംഭാഷണം നടത്താതിരിക്കാൻ നമ്മുടെ മൈൻഡിന് കോൺഫിഡൻസ് തരുന്ന ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് തുറന്നതും സത്യസന്ധവുമായിട്ടുള്ള മനസ്സുണ്ടാകുക. രണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഗുണം ഹുസ്നുൽ ലന്നാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ അപ്ലൈ ചെയ്താൽ ഭയങ്കര ഗുണം കിട്ടുന്ന ഒരു സ്വഭാവമാണ് ഹുസ്നുൽ ലന്ന്. ഹുസ്നുൽ ലന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ കുറിച്ച് ആദ്യം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ലന്ന് എന്ന് പറഞ്ഞാൽ ഊഹമാണ്, ഹുസ്ന് എന്ന് പറഞ്ഞാൽ നല്ലതാണ്. നമ്മളൊരാളെ കുറിച്ച് നമുക്കറിയാത്തൊരു കാര്യം അറിയുന്നത് വരെ അയാളിൽ അതുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അയാൾ അങ്ങനെ ആയിരിക്കൂല കരുതിയത്, അയാൾ ചിലപ്പോൾ നല്ലതായിരിക്കും, അയാൾ അത് ഇന്നത് കൊണ്ടായിരിക്കും ആയത് എന്ന് ഹുസ്നുൽ ലന്ന്, നല്ല ഊഹങ്ങൾ എന്ത് ചെയ്യുക മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ പല പ്രശ്നങ്ങളും, നമ്മളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക ഇതാക്കുക. അതേപോലെ തന്നെ നമ്മൾ ഏത് രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേയും 2 പ്രാവശ്യം ചിന്തിക്കുക. അതാണ് ഈ ആയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുന്നതിന് മുമ്പേ സ്വതക്ക കൊടുക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? ഒന്ന്, ഗൗരവത്തിൽ അതിനെ എടുക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഒന്നാമത്തെ സ്വഭാവം. രണ്ടാമത്, ഈ ആയത്ത് പഠിപ്പിക്കുന്ന സ്വഭാവം സദസ്സിലെ മര്യാദയാണ്. നമ്മളിൽ അങ്ങേയറ്റം ഇല്ലാതെ പോകുന്ന, മുസ്ലിം സമുദായത്തിൽ അങ്ങേയറ്റം ഇല്ലാതെ പോകുന്ന ഒരു സ്വഭാവം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാന്യതയും മര്യാദയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു മതഗ്രന്ഥമാണ് ഖുർആൻ. നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുന്ന ഖുർആനാണ്. എന്ന് വെച്ചാൽ ധാരാളം സ്വർഗം നരകം ഇതൊക്കെ പറയുന്ന
അതിൻ്റെ ഇടയിൽ അള്ളാഹു ഒരു പേജിലെ ആയത്ത് കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നെന്താണ്? ഒരു സദസ്സിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിൻ്റെ ഫോക്കസ് എങ്ങോട്ടാണ്, നമ്മൾ എങ്ങനെ ആവേണ്ടവരാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കാം. ഖുർആന്റെ സൗന്ദര്യം ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒരു സദസ്സിൽ ഒരാൾ വരുമ്പം അയാൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. ഇതിൽ മാത്രം ഒതുങ്ങേണ്ടല്ല. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം ധാരാളം പേര് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പം പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഡീസൻസി ഇല്ലാതെ പോകുന്നുണ്ട്. ക്യാഷ് കൗണ്ടറിൽ വരുമ്പം ഓരോ സ്ഥലത്തും നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ധൃതിയിൽ പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന വിശ്വാസികൾ തമ്മിൽ വണ്ടി ഓടിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഇവർക്ക് ഖുർആൻ മനസ്സിലാത്തത്. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചിട്ട് ഏത് ഖുർആനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഏത് ഖുർആന്റെ ആൾക്കാരാണ് നമ്മൾ? അതേപോലെ തന്നെ പള്ളിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പോകുമ്പം എല്ലാ പള്ളിയിലും, മിക്ക പള്ളിയിലും പുറത്ത് ചെരുപ്പ് വെക്കാൻ വേണ്ടി കൃത്യമായിട്ടൊരു റാക്ക് അവിടെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ എല്ലാ പള്ളിയിലും നോക്കിയാലും ആ റാക്കിൽ 2 ചെരുപ്പേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം പുറത്തായിരിക്കും. ഇത് ആ റാക്ക് വെച്ചതിനൊരു കാരണം എന്താണ്? വളരെ കൃത്യമായി ചിട്ടയായിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഒരു പള്ളിയിലാണ്. നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനൊരു സാധനം. ഞാൻ പിന്നെ യൂറോപ്യൻസ് കുറേ ഇവരെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴൊക്കെ നമ്മൾ 3-4 ആൾ ഒരുമിച്ച് നടക്കുമ്പോഴും ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം തുറക്കുന്ന ആൾ ആ ഡോർ ഇങ്ങനെ തുറന്ന് പോവുകയല്ല ചെയ്യുക. തുറന്നിട്ട് അടുത്ത ആള് അത് പിടിക്കുന്നവരെ എന്ത് ചെയ്യും? അത് പിടിച്ചു വെക്കും. ഞാൻ പറയുന്നത് വലിയ കാര്യമായതുകൊണ്ടല്ല, അത്രയും സൂക്ഷ്മമാണ് ഓരോ ഡീസൻസിയും എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ഇടയിൽ നമുക്ക് എവിടെയോ എന്ത് ചെയ്യുന്നില്ല, നമുക്കിത് വരുന്നില്ല എന്ന് കാണാൻ പറ്റും. ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ആലോചിക്കുക, ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആദ്യം കിട്ടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ഓട്ടം ഉണ്ടല്ലോ. ഇതൊക്കെ എന്താണ്? സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടടുത്ത് സൗകര്യം ഒരുക്കി കൊടുക്കൽ ഒരു വിശ്വാസിയുടെ അടിസ്ഥാന സ്വഭാവമായി പഠിപ്പിച്ച ഗ്രന്ഥത്തിൻ്റെ ആൾക്കാരാണ് എന്ന് എന്ത് ചെയ്യുക, നമ്മൾ ആലോചിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുന്നത്, ഒരാൾ മറ്റൊരാളെ എഴുന്നേൽപ്പിച്ച് ആ സ്ഥാനത്തിരിക്കരുത് എന്നാണ്. എന്തിനാ പ്രവാചകന് ഇത്രയും സീരിയസ് ആയിട്ട് ഇതൊക്കെ പറയേണ്ട കാര്യം? നിങ്ങൾ ആ കാലഘട്ടത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അറബികൾ പ്രവാചകന് വരുന്നതിന് മുമ്പേ മരുഭൂമിയിൽ ജീവിക്കുന്നവർ, അവരിലുള്ള കുറേ പ്രശ്നങ്ങൾ പ്രവാചകർ അവരെ നമസ്കാരം പഠിപ്പിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നു? അവരോട് പറയുന്നതാണ്. ഒരു സദസ്സിൽ ഇരുന്നുകൊണ്ട് അവരോട് പറയണത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരാൾ ഒരു സ്ഥലത്ത് ഇരുന്നാൽ നിങ്ങൾ വന്നിട്ട്, നിങ്ങൾ വലിയ ആള് വന്നിട്ട് എന്ത് ചെയ്യരുത്, അയാളെ എണീപ്പിച്ചിട്ട് അവിടെ ഇരുത്തരുത്. ഇത് ഇസ്ലാമിൻ്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസ്, ഈ ഹദീസൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ചേക്കാൻ മതി. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചേക്കാൻ മതി. ഈ ഹദീസിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് നോക്കുക. പള്ളിയിൽ നമ്മൾ ലേറ്റായിട്ട് വരികയാണ്, എന്നിട്ട് ആൾക്കാരൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ കാല് അവരുടെ തലന്റെ മുകളിലൂടെ കവച്ച് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, മുന്നോട്ട് പോകരുത് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. എന്തിനാണ് ഇത്രയും സൂക്ഷ്മമായിട്ട് പറയുന്നത്? ഞാൻ പറയുന്നത് അക്ഷരവായന നടത്തരുത്, നിങ്ങൾ ഈ ഹദീസിൽ മാത്രം ഒതുക്കരുത്. നമ്മൾ എവിടെയൊക്കെ ആയിരുന്നാലും ഈ മാന്യത കാണിക്കേണ്ടവരാണ് എന്ന് വേണം. അതേപോലെ 2 ആളുകൾക്കിടയിൽ അവരുടെ സമ്മതമില്ലാതെ നുഴഞ്ഞു കയറി ഇരിക്കരുത് എന്നത് പ്രവാചകന്റെ ഹദീസാണ്. 2 ആൾക്കാർ ഇരിക്കുമ്പം അവരുടെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യുക, പോയി അവരെ ആകെ ഡിസ്റ്റർബ് ചെയ്ത് ആകെ കൂടെ ഇതാക്കി അവരെ വെറുപ്പിച്ച് ഇതെന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവമുണ്ട്, ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഭവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരിക്കുകയായിരുന്നു. പ്രവാചകന്റെ വലത് ഭാഗത്ത് ഒരു ചെറിയ കുട്ടിയും ഇടത് ഭാഗത്ത് ഒരു വയസ്സായിട്ടുള്ള ആളും ഇരിക്കുകയാണ്. ആ ഭക്ഷണം കൊണ്ടുവന്നപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഭക്ഷണം കിട്ടിയപ്പം പ്രവാചകൻ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, വലത് ഭാഗത്താണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കുക. പ്രവാചകന്റെ ഒരു ശീലം എന്ന് പറയുന്നത് വലത് ഭാഗത്ത് കൊടുക്കുക എന്നുള്ളതാണ്. വലത് ഭാഗത്ത് ആരാ ഉള്ളത്? കുട്ടിയാണ് ഉള്ളത്. ഇടത് ഭാഗത്ത് മുതിർന്ന ഒരാളാണ് ഉള്ളത്. പ്രവാചകൻ എന്ത് ചെയ്യണം, ഈ മുതിർന്ന ആളോട് റെസ്പെക്റ്റ് കൊണ്ട് എന്ത് ചെയ്യണം, മുതിർന്ന ആൾക്ക് കൊടുക്കണം. നമ്മളെന്താ ചെയ്യുക, സ്വാഭാവികമായിട്ടും മുതിർന്ന ആൾക്ക് കൊടുക്കുക. ഇവന്റെ പ്രശ്നം മുതിർന്ന ആളെ റെസ്പെക്റ്റ് അല്ല ചെയ്യേണ്ടത്. പ്രവാചകൻ എന്താ ചെയ്തത്, ആ കുട്ടിനോട് ചോദിച്ചു, എന്ത് മോനെ, നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അതാണ് മാന്യത എന്ന് പറയുന്നത്. നമ്മൾ ആ കുട്ടിയെപ്പോലും, നമ്മൾ കുട്ടിനെ മൈൻഡാക്കാത്തത് പോട്ടെ, നമ്മൾ ആരെയും മൈൻഡാക്കാറില്ല എന്നുള്ളതാണ് വിഷയം. പ്രവാചകൻ എന്ത് ചെയ്തു, കാരണം അവന്റെ ഹക്കാണ്, വലതു ഭാഗത്തുനിന്ന് പ്രവാചകൻ കൊടുക്കും എന്നുള്ള ആ ഹക്കിനെ പ്രവാചകൻ എന്ത് ചെയ്യുന്നു, ആ കുട്ടി എന്ന ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്തുകൊണ്ട് പ്രവാചകൻ എന്ത് ചെയ്തു,
പക്ഷെ കുട്ടി പറഞ്ഞു എന്ത്, അത് പറ്റില്ല പ്രവാചകരെ എന്നുള്ളത്. അതിന്റെ ബാക്കി പത്രമാണ്, അത് വേറെയാണ്, കുട്ടീൻ്റെ നിഷ്കളങ്കതയാണ്. അപ്പോൾ മാന്യത അതാണ്. മൂന്നാമത് ഈ ആയത്ത് പഠിപ്പിക്കുന്ന മാന്യത പിരിഞ്ഞു പോകേണ്ട സമയത്ത് പിരിഞ്ഞു പോകണം എന്നാണ്. ഇത് നമുക്കുള്ള പ്രശ്നമാണ്. പിരിഞ്ഞു പോകേണ്ട സമയത്ത് പിരിഞ്ഞു പോകണം. ഇതാ ഖീലൻ ഷുസു ഫൻഷുസു എന്നാണ്. ഇതും ഖുറാനിക ആയത്താകുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഇത് തരുന്ന പാഠം മനുഷ്യരെ വെറുപ്പിക്കരുത്. നമ്മൾ ഒരിക്കലും ഒരു സദസ്സിലും ബുദ്ധിമുട്ടായി മാറരുത്. ഇത് പറയാൻ കാരണമുണ്ട്. പ്രവാചകൻ അവർ ബുദ്ധിമുട്ടായി മാറി എന്ന് വെച്ചാൽ എല്ലാവരും വന്നിട്ട് പ്രവാചകന്റെ പേഴ്സണൽ ടൈം എടുക്കുകയാണ്. അള്ളാഹു എന്താണ് അവരോട് പറയുന്നത്? നിങ്ങൾ പിരിഞ്ഞു പോകേണ്ട സമയത്ത് പിരിഞ്ഞു പോകണം. ഇപ്പൊ പ്രവാചകൻ ഇല്ല നമ്മളെ കൂടെ, പക്ഷെ നമ്മൾ മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. നമ്മൾ ദീർഘനേരം ഇരിക്കുന്ന വീടുകൾ, നമ്മൾ ചില ആൾക്കാർക്ക് പോകേണ്ട സമയമായിട്ടും സംസാരിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്ന സമയങ്ങൾ. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല അവർക്കത് ബുദ്ധിമുട്ടാകും. നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനാദ്യം വേണ്ടത് എംപതിയാണ്. എന്ന് വെച്ചാൽ അവരെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചു നോക്കുക. ഒരു വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പം അവർക്ക് ഉറങ്ങേണ്ട സമയമായോ, അല്ലെങ്കിൽ രണ്ടുപേരിയ്ക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുമോ, അവർക്ക് വേഗം ഉറങ്ങിയിട്ട് എണീക്കേണ്ടതുണ്ടോ? ഇതൊക്കെ മുസ്ലിമിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ വരണം. ഒരു മുസ്ലിം വന്നു പോയാൽ ഇവൻ വെറുപ്പിക്കലായല്ലോ എന്നൊരാൾക്ക് തോന്നാത്ത രീതിയിലും കൂടി നമ്മൾ നമസ്കരിച്ചാലും വേഷവിധാനത്തിലും ഹാവഭാവങ്ങളിലും പോരാ, നമ്മുടെ സ്വഭാവ മര്യാദകളിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു മുസ്ലിമായിട്ട്, ഒരു മാന്യനായിട്ട് നമ്മളെ ഫീൽ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്താണ് ആവശ്യത്തിന് സംസാരിക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരാം. ഒരൊറ്റ കാര്യം കൂടെ ഇതിനോട് ചേർത്ത് പറയാം. ഖുർആൻ്റെ ആയത്താണ്. ഈ ആയത്ത് പറയുന്നത് ഖുർആൻ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നവരോടാണ്. എന്നുവെച്ചാൽ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അവരോട് അള്ളാഹു പറയുന്ന രണ്ട് നിർദ്ദേശം, ഒന്ന് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്. മതത്തിൽ എന്തില്ല? ബലപ്രയോഗമില്ല. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ മനസ്സറിഞ്ഞാണ് ഇസ്ലാമിലേക്ക് വരേണ്ടത്. രണ്ടാമത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബി മുസൈത്തിർ. നീ എന്താണ്? അവരെ ഓർമ്മിപ്പിക്കേണ്ടവനാണ്, ഓർമ്മിപ്പിച്ചാൽ മതി. അവരെ ബാക്കിൽ നടന്ന് എഴുതി ആകെ കൂടെ എന്ത് ചെയ്യേണ്ടതില്ല, അവരുടെ കണക്കെടുപ്പുകാരനാവേണ്ടതില്ല എന്ന് ഏത് വിഷയത്തിലാണ് പറയുന്നത്? പ്രബോധനത്തിൻ്റെ വിഷയത്തിൽ കൂടെ അള്ളാഹു പറയുന്നത് മാന്യത പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്നത്തെ ആയത്തിൻ്റെ ഒരു പ്രധാന പാഠം മാന്യതയും ഡീസൻസിയും സ്വഭാവവും മുസ്ലിമിൻ്റെ ആരാധനകളോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ്. അതോടൊന്നിച്ച് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? രഹസ്യങ്ങളെക്കുറിച്ച് പഠിച്ചു. നമുക്ക് പുതിയ വിഷയമായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ പേഴ്സണലായിട്ട് ക്ലാസ്സിന് ശേഷം ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. കാരണം നമ്മൾ തീരെ ലാഘവത്തിൽ കാണുന്ന ഒരു സാധനമാണ്. നമ്മൾ ആലോചിച്ച് രഹസ്യങ്ങളൊക്കെ എത്ര വലിയ വിഷയമാണോ എന്ന് ആലോചിക്കുന്ന. അപ്പോൾ രഹസ്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മളെ തന്നെ പല രഹസ്യ കൂട്ടുകെട്ടുകളും രഹസ്യ വിഭാഗീയതകളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം എന്നത് എന്ത് ചെയ്യുക, നമ്മൾ ആലോചിച്ചു. അപ്പോൾ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, നല്ല രഹസ്യങ്ങളെക്കുറിച്ച് പഠിച്ചു, പറഞ്ഞു പരത്താൻ പറ്റാത്ത രഹസ്യങ്ങളെക്കുറിച്ച് പഠിച്ചു, മറ്റുള്ളവരുടെ രഹസ്യങ്ങളിൽ ചുഴ്ന്നന്വേഷിക്കരുത് എന്നതിനെക്കുറിച്ച് പഠിച്ചു. അതേപോലെ ലാസ്റ്റ് സുന്ദരമായ രണ്ട് പ്രയോഗങ്ങൾ. ഒന്ന്, മനുഷ്യർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം. രണ്ട്, ബുദ്ധിമുട്ടിക്കാതെ പിരിഞ്ഞു പോകേണ്ട സമയത്ത് വെറുപ്പിക്കാതെ ചെയ്യുന്നതായിരിക്കണം മുസ്ലിമിൻ്റെ സ്വഭാവം എന്നും കൂടി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. പഠിച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയ മാന്യതക്കേടുകളെ പഠിച്ചവൻ പുറത്തു തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. പഠിച്ചവൻ ഗസയിലെ ജനങ്ങൾക്ക് ആശ്വാസവും സഹായവും ഈമാനും ധൈര്യവും ധാരാളമായി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.